ഹായ്, അപ്പോൾ ഡ്രൈവേഴ്സ് ക്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹുണ്ടൈ ഇയോൺ ഡിലൈറ്റ് പ്ലസ് ആണ്, അതായത് ബേസ് വേരിയന്റ് ആണ്. അപ്പൊ എല്ലാവർക്കും ഈ ഒരു വെഹിക്കിൾ എന്ന് പറയുമ്പോൾ അവർക്ക് പവർ വിൻഡോ ഇല്ലാത്തതിന്റെ ഒരു ബുദ്ധിമുട്ട്, സെൻട്രൽ ലോക്ക് ഇല്ലാത്തതിന്റെ ബുദ്ധിമുട്ട് എല്ലാത്തിലും ഉണ്ടാവും. അപ്പൊ നമുക്ക് എല്ലാവരും ഈ ഒരു ഫുൾ ഓപ്ഷൻ വണ്ടിയിലേക്കാണ് എല്ലാവരും പോകുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ ഒരു ചെറിയൊരു എമൗണ്ട് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് പവർ വിൻഡോയും അതേപോലെ തന്നെ സെൻട്രൽ ലോക്കും എല്ലാം തന്നെ ഇൻക്ലൂഡ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു വണ്ടി ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇതിൽ വന്നിട്ട് നമുക്ക് പവർ വിൻഡോസ് ഇല്ല, നമുക്ക് മാനുവൽ ആയിട്ടുള്ള ഒരു വിൻഡോ ആണ് നമുക്ക് ഇതിനകത്തുള്ളത്. അതേപോലെ സെൻട്രൽ ലോക്കും ഇല്ല. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഇതിനെ നല്ല ഒറിജിനാലിറ്റി ലെവലിൽ തന്നെ ഈ പവർ വിൻഡോ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നതെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഇൻസ്റ്റാളേഷൻ എല്ലാം നിങ്ങൾ കണ്ടിട്ട് വരും. അതിന്റെ പ്രൈസും ഡീറ്റെയിൽ എല്ലാം ഞാൻ ഈ വീഡിയോന്റെ ലാസ്റ്റ് പറയുന്നതായിരിക്കും. ഇപ്പൊ ഇതിൽ കാണാൻ നമുക്കുണ്ടോ മാനുവൽ ആയിട്ട് നമ്മൾ വൈൻഡിങ് ടൈപ്പുള്ള ഒരു വിൻഡോ നമുക്ക് ഇതിലുള്ളത്. അപ്പൊ നമുക്ക് ഇതിനെ നമ്മൾ മാറ്റി ഇതേ സൈഡിൽ നമ്മൾ നല്ലൊരു ക്ലീൻ ആയിട്ടുള്ള ഫിറ്റ്മെന്റ്, അതായത് പവർ വിൻഡോന്റെ ഫിറ്റ്മെന്റ് കൊണ്ടുവന്ന് അത് നമ്മൾ സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് ഇതിന്റെ ഫിനിഷിംഗ് വർക്ക് നമുക്ക് കാണാം. അതിന്റെ കൂടെ ഇൻസ്റ്റാളേഷൻ വീഡിയോ കൂടി ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുന്നതായിരിക്കും. നമ്മളിപ്പോൾ ചെയ്യുമ്പോൾ തന്നെ ഒറിജിനൽ കപ്ലർ കാര്യങ്ങളെല്ലാം യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അനാവശ്യമായിട്ടുള്ള കട്ടിങ്ങോ ഒറിജിനൽ വയേഴ്സിന്റെ കട്ടിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ നമ്മൾ ചെയ്യില്ല. വളരെ നീറ്റായിട്ട് നമ്മൾ അതിന്റെ ഇൻസ്റ്റാളേഷൻ ചെയ്യുള്ളൂ. ഇതിൽ നമുക്ക് കീ കാണാം. ഇതിൽ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ റിമോട്ടോ കാര്യങ്ങളൊന്നും ഇല്ല, മാനുവൽ ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ്. അപ്പൊ ഇതിന് നമ്മൾ മാറ്റി ഫുൾ ഓപ്ഷൻ വണ്ടി പോലെ തന്നെ റിമോട്ട് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യും. എന്നിട്ട് നമുക്ക് സെൻട്രൽ ലോക്കിങ് നമ്മൾ അതുപോലെ തന്നെ വർക്ക് ചെയ്യിപ്പിക്കും. അപ്പൊ നമ്മുടെ ആക്സറി ഷോപ്പ് എത്തി. അവിടെ ഇപ്പോൾ നമുക്കൊരു ഇന്നോവ ക്രിസ്റ്റ ഫുൾ ഇൻസ്റ്റാളേഷൻ ആയിട്ട് വന്നിട്ടുണ്ട്. അതേപോലെ 360 ഡിഗ്രി ക്യാമറ, പിന്നെ നമുക്ക് ടച്ച് സ്ക്രീന്, റിവേഴ്സ് ക്യാമറ, അങ്ങനത്തെ ഫിറ്റിംഗ്സ് ആയിട്ടാണ് ഈ വണ്ടി വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ സെറ്റിംഗ്സിനായിട്ട് എല്ലാം ഇപ്പോൾ ഡിസ്പ്ലേ ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അതിന്റെ സെറ്റിംഗ്സ് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. അപ്പൊ നമ്മുടെ ഡോർ പാഡും കാര്യങ്ങളൊക്കെ അയച്ച് ഇനിയിപ്പോൾ പവർ വിൻഡോന്റെ ഇൻസ്റ്റാളേഷൻ ആണ് നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഇതിപ്പോൾ ആദ്യം നമ്മൾ ഈ പവർ വിൻഡോസിന് വേണ്ടിയിട്ട് ഈ ഡോർ പാഡ് ആദ്യം ഫുൾ ഡിസ്പ്ലേ ചെയ്യണം. അതിനുശേഷം നമുക്ക് ഈ റെഡിമെയ്ഡ് കിറ്റ് ആയിരിക്കും, അത് നമ്മൾ അതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടാണ് നമ്മൾ ഈ പവർ വിൻഡോ വർക്ക് ചെയ്യിപ്പിക്കുന്നത്. ഇനിയിപ്പോൾ ഇതിന്റെ ഡോർ ഹാൻഡിൽസ് കാര്യങ്ങൾ എല്ലാം നമുക്ക് അയച്ചെടുത്തിട്ട് വേണം നമുക്കിത് സെറ്റ് ചെയ്യാൻ വേണ്ടി. നമുക്കിതിന്റെ സെറ്റിംഗ് കഴിഞ്ഞാൽ ഈ ഡോറിന്റെ വൈൻഡർ ഹാൻഡിൽ ഉണ്ടാവില്ല, അതിന് പകരം നമുക്ക് പവർ വിൻഡോ സ്വിച്ച് ആണ് ഭാഗത്ത് ഉണ്ടാവുക. ആക്ച്വലി നമുക്ക് ഒറിജിനൽ ഫുൾ ഓപ്ഷൻ വണ്ടിയിൽ വരുന്ന പോലെ തന്നെ നമുക്ക് രണ്ട് പവർ വിൻഡോ സ്വിച്ച് അവിടെ ഇൻസ്റ്റാൾ ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമ്മുടെ ഡോറിന്റെ ഇന്നറൊക്കെ നല്ല നീറ്റാട്ടോ. നമ്മളിപ്പോൾ സെല്ലിങ്ങിനുള്ള വെഹിക്കിളാണ്, നല്ല നീറ്റാണ്. നമ്മൾ ഈ ഫോട്ടോയിൽ പുറത്ത് കാണിക്കുന്ന പോലെ തന്നെ അകത്തും ഈ നമ്മുടെ ക്വാളിറ്റിയുള്ള സ്റ്റോക്കാണ് നമ്മുടെ കയ്യിലുള്ളത്. അതേപോലെ തന്നെ നമുക്ക് ഇനി ലെഫ്റ്റ് സൈഡെത്തിയും ഇതേപോലെ നമുക്ക് ഓരോന്ന് റിമൂവ് ചെയ്യണം. ഈ ഡോർ പാഡ്സ് കാര്യങ്ങളെല്ലാം നമ്മൾ റിമൂവ് ചെയ്ത് ഇതിനകത്താണ് നമ്മൾ ഈ വൈൻഡർ, അതായത് ഓട്ടോമാറ്റിക് ആയിട്ടുള്ള കയറുന്ന വൈൻഡർ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് അതിന്റെ മോട്ടറും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം നമ്മൾ പവർ വിൻഡോ സ്വിച്ച് വെക്കുന്നതായിരിക്കും. അപ്പൊ ഇതാണ് നമ്മുടെ രണ്ട് ഡോറിന്റെയും ഇന്നർ, ഫ്രണ്ട് ഡോറിന്റെ ഇന്നറാണ് ഈ ഉണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ കിറ്റ്. ആരുടെ ആണ് കിറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നല്ല ക്വാളിറ്റി കിറ്റാണ്, വിത്ത് 1 ഇയർ വാറന്റി ഉണ്ടാവും. അപ്പൊ ഫിറ്റ്മെന്റ്സ് എല്ലാം നല്ല ക്വാളിറ്റി തന്നെയുള്ള ഫിറ്റ്മെന്റ്സ് ആയിരിക്കും ഇതിന് വരുന്നത്. ഇനി നമുക്ക് ഈ കിറ്റിന്റെ ഉള്ളിൽ വരുന്നത് വയറിംഗ് കിറ്റ് വരുന്നുണ്ട്. അതേപോലെ തന്നെ കപ്ലർ, ഫ്യൂസ്, അതിന്റെ ഒറിജിനൽ വയറിംഗ് കിറ്റാണ് വരുന്നത്. പിന്നെ അതേപോലെ നമ്മളിപ്പോൾ ഈ കാണുന്നതാണ് അതിന്റെ പവർ വിൻഡോന്റെ മോഡ്യൂള്. ഇനി ഇതിന്റെ ആ ബോക്സിൽ വരുന്നത് അതിന്റെ സ്വിച്ചസും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ പവർ വിൻഡോ മോഡ്യൂളിന്റെ കൂടെ വരുന്നത്. ഇനി ഇത് നമുക്ക് ഡിസ്പ്ലേ ചെയ്തിട്ട് വേണം നമുക്ക് ഓരോന്നും സെറ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടി. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് വയറിംഗ് കിറ്റിന്റെ ബോക്സ്. ഈ ബോക്സിന്റെ കൂടെ നമുക്ക് വരുന്ന അടുത്ത ബോക്സ് ആണ് നമ്മുടെ വൈൻഡറും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ബോക്സ് ആണ് ഈ വൈറ്റ് കളറിന്റെ. അപ്പോൾ ഇന്നോവയുടെ വർക്കും അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ടച്ച് സ്ക്രീനിന്റെ വയറിങ്ങും കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. ഇത് സെറ്റിംഗ് കഴിഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതിന്റെ കൂടെ ഒരു സ്വിഫ്റ്റ്, അതായത് മാറ്റും കാര്യങ്ങളൊക്കെ ഇടാൻ വേണ്ടി അതിന് തൊട്ടപ്പുറത്ത് വർക്ക് നടക്കുന്നുണ്ട്. അപ്പൊ ഇനി ക്രിസ്റ്റയിൽ ഇവർ ചെയ്യുന്നത് അടുത്തത് ക്രോം ആണ്, ക്രോം ഫിറ്റിംഗ് ആണ് ഡോറിൽ അവർ ചെയ്യുന്നത്. അപ്പോൾ ഓരോന്നും നമുക്ക് ഗമ്മോ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യേണ്ട, അതിന്റെ തന്നെ സ്റ്റിക്കേഴ്സ് വെച്ചിട്ടാണ് അവർ ചെയ്യുന്നത്, ഒറിജിനാലിറ്റി തന്നെ. അപ്പോൾ അതിന്റെ ക്രോമിന്റെ ഇൻസ്റ്റലേഷൻ ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറേ വണ്ടികൾ അവിടെ വർക്ക് നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് ആണ് ഞാൻ ഇതിനകത്ത് എടുത്തിട്ടുള്ളത്. അവരൊക്കെ നല്ല എക്സ്പേർട്സ് ആണ്, നല്ല ക്ലീൻ ആയിട്ടുള്ള ഇൻസ്റ്റലേഷൻ ആണ് അവർ ചെയ്യുന്നത്. അപ്പോൾ ഈ ക്രോമൊക്കെ കണ്ടില്ലേ, വേറെ ഗമ്മോ കാര്യങ്ങളോ ഒന്നും തന്നെ യൂസ് ചെയ്യുന്നില്ല. അവർ പ്രോപ്പർ ആയിട്ട് അതിനകത്ത് വരുന്ന ആ ഒരു ടൂ ഇൻ ടേപ്പ് തന്നെയാണ് അവർ കംപ്ലീറ്റ് ചെയ്യുന്നത്. ആ ഇൻസ്റ്റലേഷനൊക്കെ കഴിയുമ്പോൾ ആ ഒരു വണ്ടിക്ക് ശരിക്കും ഒരു ഫുൾ ഓപ്ഷൻ വണ്ടിയുടെ ടോട്ടൽ ഔട്ട്ലുക്ക് തന്നെയാണ് അതിനകത്ത് കിട്ടുന്നത്. ഇനിയിപ്പോൾ അവർ ഓരോ ഭാഗത്ത് ഇൻസ്റ്റലേഷൻ ചെയ്യുന്നുണ്ട്. പിന്നെ റെയിൻ ഗാർഡാണ് ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതും ഈ ക്രോം ഫിനിഷുള്ള ടൈപ്പ് റെയിൻ ഗാർഡാണ്. എല്ലാം ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ തന്നെ അവർ ചെയ്യുന്നുണ്ട്. നല്ല എക്സ്പീരിയൻസ് ഉള്ള ഫിറ്റേഴ്സാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നല്ല രസമായിട്ട് തന്നെ അവർ ചെയ്യുന്നുണ്ട്. വണ്ടിയുടെ ഔട്ട്ലുക്ക് ഓരോ സെക്കൻഡും മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫിറ്റ്മെന്റ്സ് ആട്ടോ. അതുകൊണ്ടാണ് ഞാൻ ക്രിസ്റ്റയിലോട്ട് കുറച്ച് നേരം വീഡിയോ മാറ്റിയത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൽ പവർ വിൻഡോ ഒക്കെ ഇൻസ്റ്റാൾ ചെയ്ത് വരുമ്പോഴേക്കും ടൈം എടുക്കും. അപ്പോൾ നമുക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫിറ്റ്മെന്റ് വീഡിയോ ആണ് കാണുന്നത്. അപ്പോൾ നമ്മൾ പ്രതീക്ഷയല്ല, അപ്പോൾ വണ്ടി അടുത്ത് കിട്ടിയപ്പോൾ ഞാൻ എടുത്തു എന്ന് മാത്രം.
അപ്പോൾ ഇതിൽ ഫിറ്റ്മെന്റ്സ് റെയിൻ ഗാർഡും കാര്യങ്ങളൊക്കെ അവർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അതിന്റെ ഫിറ്റ്മെന്റ്സ് വരുന്നത്. നല്ല ഒറിജിനൽ ഫിറ്റ്മെന്റ്സ് ആകുമ്പോൾ നമുക്ക് അഡീഷണൽ ആയിട്ട് ഗമ്മോ കാര്യമൊന്നും യൂസ് ചെയ്യില്ല. ചിലവർ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ ലോ ക്വാളിറ്റി ആകുമ്പോൾ അതിനകത്ത് കുറച്ച് ഈ ലിക്വിഡ് ഗമ്മൊക്കെ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുക. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. അപ്പോൾ ഈ വണ്ടിയുടെ പെയിന്റും കാര്യങ്ങളൊക്കെ ഡാമേജ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഇങ്ങനെയാണ് അതിന്റെ റെയിൻ ഗാർഡ്സും അതേപോലെ ക്രോമിന്റെ അതിന്റെ ഡോർ പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ അവർ ചെയ്ത് കഴിഞ്ഞു. വണ്ടി ശരിക്കും ഓരോ നേരം മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ആൻഡ്രോയിഡ് മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാളേഷൻ എല്ലാം കഴിഞ്ഞു. അപ്പോൾ വളരെ നീറ്റായിട്ട് തന്നെ അതിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ വണ്ടി സ്പിന്നിയാണ് ഈ വണ്ടി കൊടുത്തിരിക്കുന്നത്. സ്പിന്നി എന്നുള്ള ഒരു സൈറ്റിൽ നിന്ന് ഇഞ്ചൻ റൂമൊക്കെ നല്ല ക്വാളിറ്റി കേട്ടോ. ഒരു 10,000 15,000 എന്തോ ഈ വണ്ടി ഓടിയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ വണ്ടി വർക്കിന് വിട്ട ശേഷം നമ്മൾ തിരിച്ചു പോവുകയാണ്. ഒരു 5 മണിയോട് കൂടിയിട്ട് നമുക്ക് വണ്ടി തിരിച്ചു കിട്ടുള്ളൂ. ഇന്ന് ഓട്ടോയിലാണ് ഇന്നത്തെ യാത്ര. സാധാരണ നമുക്ക് യൂഷ്വലി കണക്ട് ചെയ്തിട്ട് വണ്ടികൾ ഏതെങ്കിലും ഉണ്ടാവും, വർക്കിന് പോകുമ്പോഴും നമ്മൾ പിക്ക് ചെയ്യാനുണ്ടാവും. അപ്പോൾ ഇടയ്ക്ക് എപ്പോഴെങ്കിലൊക്കെയാണ് ഇങ്ങനെ ഓട്ടോയിലുള്ളൊരു യാത്രയുള്ളത്. എന്തായാലും നല്ല രസകരമുള്ളൊരു യാത്രയായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ പുറത്ത് നല്ല മഴയും പിന്നെ അത്യാവശ്യം നല്ല കമ്പനി ആയിട്ടുള്ള ഒരു ചേട്ടനായിരുന്നു. ഒരുപാട് കാര്യങ്ങളെക്കുറിച്ചുള്ള ഡിസ്കഷനൊക്കെ ആയിരുന്നു ഓട്ടോയിൽ നടക്കുന്നത്. അപ്പോൾ എന്തായാലും രസകരമായ ഒരു യാത്രയായിരുന്നു. അപ്പോൾ നമുക്ക് ഇനി ഇതിന്റെ ഇൻസ്റ്റാളേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് അതിന്റെ വർക്കിംഗ് ഒക്കെ എങ്ങനെ ഉണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ പവർ വിൻഡോ ഇൻസ്റ്റാളേഷൻ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ആ ഡോർ വൈൻഡർ അവിടെ നിന്ന് മാറി. അവിടെ നമുക്കൊരു പവർ വിൻഡോ ആണ് ഇപ്പോൾ കാണുന്നത്. ആ സ്വിച്ച് എല്ലാം ആർഡിഡേൻ്റെ ആണ്. നല്ല ക്വാളിറ്റി സ്വിച്ചസ് ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ റൈറ്റ് സൈഡ് ആണെങ്കിൽ നമുക്ക് 2 പവർ വിൻഡോ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും. അത് നമുക്ക് ഈ പറഞ്ഞ പോലെ 1 ഇയർ വാറണ്ടിയിലാണ് നമ്മൾ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. നല്ല പ്രോപ്പർ ആയിട്ടുള്ള വർക്കിംഗ് ആണ്. അപ്പോൾ നമ്മുടെ വൈൻഡർ ഹാൻഡിൽ ഉണ്ടായിരുന്ന ആ ഒരു ഭാഗം നമുക്കിപ്പോൾ നോക്കിയാൽ കാണാം പവർ വിൻഡോ സ്വിച്ചായി. അതായത് നമുക്കിപ്പോൾ ഓട്ടോമാറ്റിക് ആയി, മാനുവൽ മാറി ഓട്ടോമാറ്റിക് ആയി. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ നമ്മൾ ഈ സെൻട്രൽ ലോക്ക് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ 2 റിമോട്ട് നമ്മൾ അതിലൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് സെൻട്രൽ ലോക്ക് സെനോസിൻ്റെ ആണ് ചെയ്തിട്ടുള്ളത്. നല്ല ബ്രാൻഡാണ്. അപ്പോൾ വണ്ടിയിൽ ഈ പറഞ്ഞ പോലെ മാഗ്നപ്പസ് ഒക്കെ പോലെ തന്നെ നമുക്ക് പവർ വിൻഡോ ആയി, അതേപോലെ തന്നെ സെൻട്രൽ ലോക്കും ആയി. ഇൻസ്റ്റാളേഷനൊക്കെ നല്ല ക്വാളിറ്റി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വേറെ കംപ്ലൈൻസും കാര്യങ്ങളൊന്നുമില്ല. പവർ വിൻഡോ വർക്കിങ്ങും എല്ലാം പ്രോപ്പറാണ്. നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ പവർ വിൻഡോസ് നമുക്ക് വർക്ക് ചെയ്യുന്നതായിട്ട് കാണാം. അപ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ഇതേപോലെ നമ്മുടെ ഡ്രൈവർ സൈഡിൽ തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അത് നല്ല പ്രോപ്പറായിട്ട് തന്നെയാണ് വർക്ക് ചെയ്യുന്നുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പവർ വിൻഡോ ഇൻസ്റ്റാളേഷൻ്റെ വീഡിയോ. അപ്പോൾ സ്വിച്ചസും കാര്യങ്ങളൊന്നും വേറെ ഡോർ പാഡിനൊന്നും ഡാമേജസ് ഒന്നും വരുത്താതെയാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇൻസ്റ്റാളേഷനായിട്ട് നമുക്കിപ്പോൾ ഒരു പവർ വിൻഡോ കീ ഓൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു 6,000 മുതൽ 6,500 വരെ വരും. അതേപോലെ നമുക്ക് സെൻട്രൽ ലോക്കൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു 4,000 റേഞ്ച്. നല്ല ക്വാളിറ്റി സ്റ്റാർട്ടിംഗ് ഒക്കെ നമുക്കൊരു 2,500 to 800 റേഞ്ചിൽ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ സെൻട്രൽ ലോക്കിങ്ങിൻ്റെ വർക്കിംഗ് പ്രോപ്പറാണ്. അപ്പോൾ നല്ല പ്രോപ്പറായിട്ട് തന്നെയാണ് ഇൻസ്റ്റാളേഷനും കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത്. എല്ലാം വിത്ത് വാറണ്ടിയാണ് നമ്മൾ കസ്റ്റമർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പവർ വിൻഡോ അതേപോലെ തന്നെ സെൻട്രൽ ലോക്കിൻ്റെയും ഇൻസ്റ്റാളേഷൻ നമ്മൾ ചെയ്തിരിക്കുന്നത്. നല്ല ക്വാളിറ്റി ഇൻസ്റ്റാളേഷനാണ്. അപ്പോൾ കസ്റ്റമേഴ്സിന് റിക്വയർമെൻറ്റ് ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ നമ്പർ കൊടുക്കാം. കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇൻസ്റ്റാളേഷൻസും കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. ഇനി ഇതിൻ്റെ വേറെ ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ലോക്ക് ചെയ്താൽ ആ കാണുന്ന പോലെ തന്നെ വിൻഡോ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് കയറും. പവർ വിൻഡോസ് ഓട്ടോമാറ്റിക് ആയിട്ട് ലോക്ക് ചെയ്താൽ നമുക്ക് കയറുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ എൻഡ് ചെയ്യാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.